സിദ്ധുവിൻ്റെ കയ്യിലെ ഐ ലവ് യു കണ്ട് പല്ലവി കണ്ണ് വീഴ്ചു നോക്കി. അവൾ എങ്ങനെയൊക്കെയോ ഫോട്ടോ എടുത്തു കൊടുത്ത് ഫോൺ തിരികെ കൊടുക്കാൻ നേരം അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ഐ ലവ് യു എന്ന് പറഞ്ഞതും അവൾ വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. അതിനിടയിൽ ചില്ല അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നീട് വിവാഹ ആഘോഷം കഴിയും വരെയും സിദ്ധു അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. വധൂവരന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും ചില്ലുവിൻ്റെ കൂടെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോഴും സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. എപ്പോഴൊക്കെയും പവിയും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആഘോഷമൊക്കെയും കഴിഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങവേ ചലഞ്ച് സമയം കഴിയാറായി എന്നും പറഞ്ഞ് സിദ്ധുവിനെ കൂട്ടുകാർ കളിയാക്കി. എന്നാ സിദ്ധു തൻ്റെ അവസാന തടവ് പയറ്റാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവൻ ഒരു പേപ്പറിൽ എന്തോ എഴുതി ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിലേൽപ്പിച്ചു. അത് പവിക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ കുട്ടി അത് പവിയെ ഏൽപ്പിച്ചു. സിദ്ധുവിനെ കാട്ടി ആ ചേട്ടൻ തന്നതാണെന്ന് പറഞ്ഞു. പവി അത് ആകാംക്ഷയോടെ തുറന്നു നോക്കി. ഹായ്, എൻ്റെ പേര് സിദ്ധു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടുന്ന് പോകുന്നതിന് മുൻപായി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ പിന്നാമ്പുറത്തെ ബീച്ചിനരികിലുണ്ടാവും. താൻ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് സ്വന്തം. അത്രയുമായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. അനുവാദത്തിനെന്ന വണ്ണം പവി ചില്ലുവിനെ നോക്കിയതും ചില്ലു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പവി സിദ്ധുവിനെയും പ്രതീക്ഷിച്ചു വിജനമായ കടലോരത്ത് കാത്തു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞതും സിദ്ധു അങ്ങോട്ട് വന്നു. കണ്ണിൽ പ്രണയം നിറച്ചു തൻ്റെ അരികിലേക്ക് വരുന്ന സിദ്ധുവിനെ കണ്ടതും എന്തിനെന്നറിയാതെ അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. അവൾ സിദ്ധുവിനൊരു പുഞ്ചിരി കൈമാറി. താൻ വന്നിട്ട് കുറേ നേരം ആയോ എന്നുള്ള അവൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന് തലയണക്കി. താങ്ക്സ്, താൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ തൻ്റെ പേര്? അവൻ ചോദിച്ചു. പല്ലവി, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. സിദ്ധാന്ത് പല്ലവി, നല്ല മാച്ചാണല്ലേ. മിസ്സിസ് പല്ലവി സിദ്ധാന്ത്, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അറിയപ്പെടുക. എനിവേ, എനിക്കിഷ്ടായി, അവൻ ചെറുചിരിയാലെ പറഞ്ഞു. എന്തിഷ്ടായെന്ന് അവൾ ചോദിച്ചു. തൻ്റെ പേര്, പിന്നെ തന്നെയും. അല്ല, താൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തേ, എന്നെ ഇഷ്ടായില്ലേ? അത് പിന്നെ അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി. അപ്പോൾ ഇഷ്ടമായില്ല? അയ്യോ, ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമാണ്, സിദ്ധു ചെറുചിരിയാലെ പറഞ്ഞു. അത് പിന്നെ അവൾക്ക് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. അത് പിന്നെ ബാക്കി പറ. അത് പിന്നെ എനിക്കൊന്ന് ആലോചിക്കണം. പവി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പോൾ ഇഷ്ടക്കുറവൊന്നുമില്ല, അതായത് ഇഷ്ടമാണെന്ന് അല്ലേ? നിഗൂഢമായ ചിരിയോടെ സിദ്ധു ചോദിച്ചു. അന്നേരം അവൾ തലയണക്കിക്കൊണ്ട് നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഉറപ്പിക്കാൻ പോവാ തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അവളുടെ അരികിലായി വന്നുകൊണ്ട് സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. അത്രയും തൊട്ടരികിൽ അവനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. ഒരു നിമിഷത്തിൽ കൂടുതൽ അവൾക്ക് ആ കണ്ണിലേക്ക് നോക്കി നിൽക്കാനായില്ല. അവൾ ഒരു തരം പിടച്ചിലോടെ നോട്ടം മാറ്റിക്കളഞ്ഞു. ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ടവൻ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. തൻ്റെ മുഖത്ത് നോക്കാതെ മിഴികൾ താഴ്ത്തി നിൽക്കുന്ന പെണ്ണ്. അവളുടെ മുഖത്ത് കൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ പറയുന്നുണ്ട് തന്നോടുള്ള പ്രണയം. അവൻ ആ നിമിഷം കുറ്റബോധം തോന്നി. പക്ഷെ കൂട്ടുകാർക്ക് മുന്നിൽ ബെറ്റ് വെച്ചതല്ലേ. പകുതി മീശയും വെച്ച് കോളേജിൽ ചെല്ലുന്നതോർത്തപ്പോൾ അവൻ മറ്റെല്ലാം മറന്നു. അടുത്ത നിമിഷം അവൻ്റെ ആദരങ്ങൾ അവളുടെ കവിളിൽ അമർന്നതും ഒരു തരം ഞെട്ടലോടെ അവൾ അവനെ നോക്കി. അതേ സമയത്ത് തന്നെയാണ് കൈകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കൂട്ടുകാർ കൈയടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത് കണ്ടതും കാര്യം മനസ്സിലാവാതെ അവളുടെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. കലക്കി മോനെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇവള് വളച്ച് വീഴ്ത്തുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി മയിലെണ്ണ ഒഴിച്ച് വീഴ്ത്തി വളക്കുന്ന. ഇതിപ്പോൾ വളച്ചൊടിച്ച് കളഞ്ഞല്ലോ. ബെറ്റിൽ നീ തന്നെ ജയിച്ചു. കുപ്പി ഓർഡർ ചെയ്യട്ടെ, അവൻ്റെ കൂട്ടുകാരനായ അഭി പറഞ്ഞു. അന്നേരം സിദ്ധു വിജയീ ഭാവത്തിൽ അവരെ നോക്കി. ശേഷം അവളിലേക്ക് നോട്ടം പായിച്ചപ്പോൾ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ കടുപ്പിച്ചു നോക്കി. അവളുടെ തീക്ഷ്ണമായ നോട്ടം കണ്ടതും അവനൊന്ന് പതറി. സോറി, ഞാൻ ഇവന്മാരുമായി ചെറുതായൊരു ബെറ്റ് വെച്ചിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപായി നിന്നെ വളക്കൊന്നും
നിന്റെ ഈ സുന്ദരമായ കവിളിൽ ഒരു ഉമ്മ തരുമെന്നു. ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോവാൻ മടിയില്ലാത്തവനാണ് ഈ സിദ്ധാന്ത് പരമേശ്വർ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയും താൻ മറന്നേക്ക്. അതൊക്കെ ബെറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ കിസ്, ഇതിപ്പോൾ ഞാനും താനും പിന്നെ ഇവന്മാരും മാത്രമേ കണ്ടുള്ളൂ. ഇവന്മാരെ ആരോടും പറയില്ല. ഇത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നുവെങ്കിലും ഇത്തവണ അവളുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയിരുന്നു. യോ, അപ്പോൾ തനിക്കെന്നെ ശരിക്കും അറിയില്ല. അതും പറഞ്ഞുകൊണ്ട് ഇരുകയ്യാലെ അവൾ അവൻ്റെ കോളറിൽ പിടുത്തമിട്ടതും ഒരു തരം ചിരിയോടെ വല്ലാത്ത ഭാവത്തിൽ അവൻ അവളുടെ കൈകൾ രണ്ടും മുറുക്കി പിടിച്ചു. അവൻ്റെ ആ പിടിയിൽ അവളുടെ കയ്യിലെ കുപ്പിവളകൾ പൊട്ടി കയ്യിൽ നിന്നും രക്തം പൊടിഞ്ഞു. ആ നിമിഷം അവൾ വേദനയോടെ കൈ പിൻവലിച്ചു. അവനെ അവൾ ദഹിപ്പിച്ചു നോക്കിക്കൊണ്ട് പിന്നിൽ കാണുന്ന കടലിലേക്ക് പിടിച്ചു തള്ളി. പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് മലർന്നടിച്ചു വീണു. അവൻ്റെ വീഴ്ച കണ്ട് അവൻ്റെ കൂട്ടുകാർ അവൻ്റെ അരികിലേക്ക് ഓടി. അപ്പോഴും അവളുടെ ദേഷ്യം അടങ്ങിയില്ല. വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അലറി വിളിച്ചു, പോടാ എന്നും പറഞ്ഞ് അവനെ ശ്രദ്ധിക്കാതെ അവൾ മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു കവിളിലെ തലോടി. ഇതേ സമയം തൻ്റെ ഡ്രസ്സും ഫോണും വെള്ളത്തിലായതിൻ്റെ ദേഷ്യത്തിൽ അവളുടെ അരികിലേക്ക് പോവാനൊരുങ്ങിയ സിദ്ധുവിനെ കൂട്ടുകാരൊക്കെയും ചേർന്ന് പിടിച്ചു വെച്ചു. സിദ്ധു ചിന്തകളിൽ നിന്നുണർന്നു. ഇതാണ് അന്നുണ്ടായത്. നേരത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തു പോയതാ, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. പിന്നീട് ആലോചിക്കുമ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്നും തോന്നിയിരുന്നു. ആ കുരിപ്പിന് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാ സ്വപ്നത്തിൽ പോലും വരുന്നേ. തമ്മുവിൻ്റെ കൂടെ ഒരു ഐറ്റം ഡാൻസ് പ്രതീക്ഷിച്ചാൽ ഞാനിപ്പോൾ ആരായി? സിദ്ധു, നീ എന്തെടുക്കുവാ? ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വാ. പെട്ടെന്ന് വന്നില്ലേ നിന്റെ ചിക്കൻ പീസ് ഞാൻ പോപ്പോയി കൊടുക്കും കേട്ടോ. അടുക്കളയിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു. അമ്മയുടെ വിളി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പിന്നെ ഈ പോപ്പോ എന്ന് പറയുന്നേ എൻ്റെ അമ്മായിയുടെ മോനൊന്നുമില്ല, ഇവിടത്തെ പട്ടിയാ. കണ്ടില്ലേ, ഇവിടത്തെ പട്ടിക്ക് പോലെ എന്നേക്കാൾ വിലയുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. ഒരു ധൈര്യത്തിന് കൂടെ നിങ്ങളും പോര്. ശേഷം സിദ്ധു അടുക്കളയിലോട്ട് നടന്നു. അവൻ്റെ വരവ് കണ്ടതും അമ്മ അവനുള്ള ഭക്ഷണം എടുത്ത് ടേബിളിൽ വെച്ചു. അല്ല അമ്മ, അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ എവിടുന്നേലും കളഞ്ഞു കിട്ടിയതാണോ? എന്തേ, നിനക്ക് സംശയമുണ്ടോ? അമ്മ ചോദിച്ചു. ഉണ്ട്, നല്ല സംശയമുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിലേ ഞാൻ വല്ല എലിവിഷവും തന്ന് എന്നെ നിന്നെ കൊന്നേനല്ലോ. ഇതിപ്പോ പെറ്റിട്ട് പോയില്ലേ, വളർത്തിയല്ലേ പറ്റൂ. നിന്നെ പോറ്റി വളർത്തിയ എനിക്ക് ബെസ്റ്റ് മദർ ഓഫ് ദി വേൾഡ് പുരസ്കാരം തന്ന് ആദരിക്കണം. അമ്മയുടെ പറച്ചിൽ കേട്ട് സിദ്ധു അമ്മയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ഇതിലും ഭേദം ഞാൻ സ്വയം എലിവിഷം കഴിച്ച് ചാകുന്നതായിരുന്നു, സിദ്ധു ഒരു ഈണത്തിൽ പറഞ്ഞു. ഇനിയും സമയം വൈകിട്ടില്ല സിദ്ധൂട്ടാ. അമ്മ, ദിസ് ഈസ് ടു മച്ചേ. പോട്ടടാ, അമ്മ ചുമ്മാ പറഞ്ഞതല്ലേ, മുൻ കഴിക്ക്. ഗീത തൻ്റെ മകൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ വാരിത്ത എന്ന പോലെ അമ്മയുടെ അരികിലേക്ക് പ്ലേറ്റ് നീക്കി വെച്ചതും അമ്മയുടെ ചുണ്ടിൽ സ്നേഹവും വാത്സല്യം ഇടകലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം മറ്റൊരിടത്ത് പഴയ മോഡലുള്ള ഓടിട്ട ഇരുനില വീട്. മുറ്റത്ത് കൊപ്രയും മുളകും ഉണക്കാനിട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ 2 പെൺപിള്ളേരെയും. ഈ നട്ടുച്ച നേരത്തെ ആ പാവത്തുങ്ങളെ എന്തിനാ ഉണക്കാനിട്ടതെന്ന് നമുക്ക് നോക്കാം. എടിച്ചില്ലു, ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല, പോയിട്ട് ഇട്ടിട്ട് വരട്ടെ. കൂട്ടത്തിലൊരുവൾ മറ്റൊരുവളോട് പറഞ്ഞു. ചെല്ല്, അകത്തോട്ട് കയറിയാ കാൽ വെട്ടുമെന്നാണ് അപ്പച്ചിയുടെ ഓർഡർ, മറ്റവൾ പറഞ്ഞു. ഷോ, എന്തൊരു കഷ്ടാണെന്നോ. എത്ര നേരായി ഈ വെയിൽ കൊള്ളാൻ തുടങ്ങിയിട്ട്. എന്താടി, നമുക്ക് മാത്രം കണ്ണിൽ ബ്ലഡില്ലാത്ത വീട്ടുകാരെ കിട്ടിയേ? അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഞങ്ങളെപ്പോലെ പാവം കുട്ടികൾ ഈ പഞ്ചായത്തിലില്ലെന്നാ ഈ നാട്ടുകാർ പറയുന്നത്. ഈ ഞങ്ങൾ ആരാന്നല്ലേ? ഞാനും ഇവളും. എൻ്റെ പേര് പല്ലവി, ഇവളെന്നെ പല്ലേന്ന് വിളിക്കും. ഇവളും മാത്രം. ഇനിയിപ്പോൾ വേറെ വല്ലവരും വിളിച്ചാൽ അവരുടെ പല്ല് ഞാൻ അടിച്ച് തെറിപ്പിക്കും. ഈ ഇവളാരാന്നല്ലേ? എൻ്റെ ചങ്ക്, ലിവർ, കിഡ്നി, ഹാർട്ട് കം കസിൻ. അതായത് എൻ്റെ മാമൻ്റെ മോള്, പേര് ചിലങ്ക, ഞാൻ ചില്ലൂന്ന് വിളിക്കും. ഞങ്ങളെ ഇങ്ങനെ ഉണക്കാനിട്ട ഗോതമ്പ് പോലെ വെയിലത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? വെറും ചെറിയ തെറ്റ് ചെയ്തതിനാ. എന്താണല്ലേ, ഇന്ന് നടക്കാവുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റാൻ നോക്കി. പക്ഷെ പ്ലാൻ അങ്ങോട്ട് വിചാരിച്ച പോലെ വർക്കായില്ല. വാച്ച്മാൻ കയ്യോടെ പൊക്കി പ്രിൻസിയുടെ മുന്നിൽ നിർത്തി. അല്ലേലും ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അല്ലേലും വരാനുള്ളത് വനത്തിൽ തങ്ങില്ലല്ലോ അല്ലേ? നിലവിലെ ലാസ്റ്റ് വാണിംഗ് കിട്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് അപ്പം തന്നെ ഡിസ്മിസൽ ഓർഡർ കിട്ടി.
കൂടെ TC നിന്ന് പറഞ്ഞു വിട്ടു. അതിനുള്ള പണിഷ്മെൻ്റാണിത്. പാവം ഞങ്ങളെ വെയിലത്ത് നിർത്തി അൽഫഹാം ചിക്കൻ പോലെ പൊരിച്ചെടുക്കുക. അല്ലെങ്കിലും എൻജിനീയറിംഗ് പഠിക്കാനേ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എവിടെ നോക്കിയാലും എൻജിനീയേഴ്സ്. ഈ എൻജിനീയർമാർ തട്ടിയെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ആഗ്രഹം. എന്നിട്ട് ചില്ലവി എന്ന പേരിൽ ഒരു ബൊട്ടിക് തുടങ്ങണം. അങ്ങനെ ഞങ്ങളുടെ ബൊട്ടിക് പടർന്ന് പന്തലിച്ച് ഞങ്ങൾ അറിയപ്പെടുന്ന ഡിസൈനേഴ്സായി ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അന്ന് എവിടെ നോക്കിയാലും ചില്ലവിമാരായിരിക്കും ചർച്ചാ വിഷയം. അതായിരുന്നു ഞങ്ങളുടെ ഡ്രീം. എന്ത് ചെയ്യാം, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ. വീട്ടുകാർ നിർബന്ധിച്ചു, എൻജിനീയറിംഗ് വിട്ടു. അതും വിമൻസ് കോളേജിൽ. +2 കഴിഞ്ഞ് കോളേജിൽ ചെന്ന് പ്രേമിക്കാൻ നിന്ന ഞങ്ങൾ ആരായി? ഞങ്ങളിപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ് കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറിയ വീട്ടുകാരോടുള്ള റിവഞ്ച് മെക്കെടുത്ത് അങ്ങോട്ട് വീട്ടി. പാക്ക അത് വീട്ടാനുള്ളതാ. ഡിസ്മിസൽ കിട്ടിയപ്പോൾ ഞങ്ങൾ ഹാപ്പിയാ. എന്താണെന്നറിയോ, ഇവളുടെ മാമൻ വർക്ക് ചെയ്യുന്ന മിക്സ്ഡ് കോളേജിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ റെഡിയാക്കുന്നുണ്ട് എന്നൊരു കരക്കമ്പി കിട്ടിയിട്ടുണ്ട്. നടന്നാൽ മതിയായിരുന്നു. എൻ്റെ ആഞ്ജനേയ സ്വാമി കാപ്പാത്തുങ്കോ. വിമൻസ് കോളേജിൽ നിന്നും മിക്സ്ഡ് കോളേജിലേക്ക്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഈ വെയിൽ മൊത്തം കൊള്ളുന്നത്. അവിടെ ചെന്നിട്ട് വേണം എനിക്കും ചില്ലുനും അങ്ങ് ചില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ഡേഷിൽ വെച്ച് കാണാം. ഇനി അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് മെക്ക് റാണിമാരായി വിലസാൻ. അതും നടന്നാൽ മതിയായിരുന്നു. ഡി ചില്ലു, നിനക്ക് എന്തേലും പറയാനുണ്ടോ? പല്ലവി തൊട്ടടുത്ത് നിൽക്കുന്ന ചിലങ്കയോട് ചോദിച്ചു. എനിക്കെന്ത് പറയാൻ, നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ GCTയിലെ ചെയർമാൻ്റെ കൂടെ ഡ്യൂറ്റ് അടിക്കുവാടി. നീ എൻ്റെ കോൺസെൻട്രേഷൻ കളയല്ലേ പല്ലി. ആഹാ, നീ അങ്ങനെ ചെയർമാൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഡ്യൂറ്റ് അടിക്കണ്ട, ഞാനും ഉണ്ട്, ഭാവി പറഞ്ഞു. പക്ഷേ ചെയർമാനെ ഞാനങ്ങ് വിട്ടു തരില്ല കേട്ടോ. ചെയർമാൻ എൻ്റെയാ. ചെയർമാനെ ഞാനങ്ങ് എടുക്കുക. എടി, എൻ്റെ മനസ്സിലെ ചെയർമാനെ ആരുടെ മുഖാണെന്നറിയോ? ആരുടെ? ചില്ലുവിൻ്റെ വാക്കുകൾ കേട്ട് പല്ലവി ആകാംക്ഷയോടെ ചോദിച്ചു. അന്നേരാണ് ചില്ലുവിൻ്റെ അച്ഛനും പല്ലിയുടെ അമ്മയും അങ്ങോട്ട് വരുന്നത് വിത്ത് കലിപ്പ് മോഡ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയുടെ ആങ്ങളെ വീരാളിയും വരണം. ഡീസൻ്റ് ആവ്. ബാക്കി സ്വപ്നവും നമുക്കേ രാത്രി ഒരുമിച്ച് കാണാം, പല്ലവി പതിയെ പറഞ്ഞു. ശേഷം ഇരുവരും നിഷ്കളങ്കതയുടെ നിറകളമായി അങ്ങ് നിന്നു. ചില്ലു പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും വീരാളിയും അവരുടെ അടുത്തെത്തിയിരുന്നു. വിശ്വനാഥൻ്റെയും വിമലയുടെയും നോട്ടവും ഭാവവും കണ്ട് ചില്ലുവും പവിയും ഡീസൻ്റായി. വിശ്വനാഥൻ ചില്ലുവിൻ്റെ അച്ഛനാണ്. അമ്മയുടെ പേര് ലതിക. പവിയുടെ അമ്മയാണ് ഈ വിമല. അച്ഛൻ ഹരിദാസ്. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു. പിന്നീട് അവളുടെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ നോക്കിയത് മാമനായ വിശ്വനാഥനായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു പവിയുടെ ബാല്യവും കൗമാരവും ഒക്കെയും. അതിനാൽ ചില്ലുവുമായി അവൾക്ക് അത്രയ്ക്കും ആത്മബന്ധമുണ്ടായിരുന്നു. അവർക്കിടയിൽ രഹസ്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പവിമോളെ, എന്താ മോളുടെ ഉദ്ദേശം? ഇനിയും നിന്റെ അമ്മയെ വിഷമിപ്പിക്കണോ? ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നിനക്ക് വേണ്ടി മാറ്റിവെച്ച് നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ അമ്മ ജീവിക്കുന്നത്. അത് നീ മറന്നു പോകരുത്. വിശ്വനാഥൻ്റെ വാക്കുകൾ പവിയുടെ ഹൃദയത്തിൽ തറഞ്ഞു പോയിരുന്നു. അവൾ തൻ്റെ അമ്മയെ നോക്കിയപ്പോൾ അമ്മ സാരിത്തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. എന്തോ ആ ഒരു കാഴ്ച അവളെ വേദനിപ്പിച്ചു. ഞാനിനി നന്നായിക്കോളാം വിശ്വമാമേ. ഞാനിനി ഒരു പ്രശ്നത്തിനും പോവില്ല. നല്ല കുട്ടിയായി പഠിച്ചോളാം. ഞാനിനി എൻ്റെ അമ്മയെ വിഷമിപ്പിക്കില്ല. ഞാൻ വാക്ക് തരുക. പവി തൻ്റെ അമ്മയുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. പവിയുടെ വാക്കുകൾ ഇടുത്തി പോലെ ചില്ലുവിൻ്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറി. ഇവളെ നന്നായിക്കൊള്ളാന്ന് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ഞാനും വാക്ക് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ അച്ഛൻ്റെ വായിലിരിക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും എന്ന് കരുതി അവളും തൻ്റെ അച്ഛൻ്റെ കരം കവർന്നു. ഞാനും നന്നായി അച്ഛ. ഇനി മുതൽ ഈ മോളെ ഓർത്തു എൻ്റെ അച്ഛന് അഭിമാനിക്കാം. ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് വിശ്വനാഥൻ അവളെ കൂർപ്പിച്ചു നോക്കി. സോറി അച്ഛ, നാക്കുളിക്ക് പോയതാ. എന്താണെന്നറിയില്ല, ഈടെയായി ഉളുക്കലോട് ഉടുക്കലാണ്. പിന്നെ ഉടുക്കി ഉളുക്കി. മതി, നീയാണ് ഇവളിങ്ങനെ ചീത്തയാക്കുന്നത്. നിനക്കൊന്നും നന്നായി കൂടെ ചില്ലു. തൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടതും ചില്ലു പവിയെ ഒന്ന് ഇരുത്തി നോക്കി. ഡി മഹാഭാബി, ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റാൻ ഞാനില്ലെന്ന് ഞാൻ എന്തോരം പറഞ്ഞതാ. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവനും എനിക്ക്. ചില്ലു ആത്മകഥം പറഞ്ഞുകൊണ്ട് പവിയെ നോക്കി പല്ല് ഞെരിച്ചതും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ പവി തൻ്റെ അമ്മയുടെ പിന്നിലൊളിച്ചു. കഴിഞ്ഞതങ്ങോട്ട് കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങൾ പുതിയ കോളേജിലാണ് പഠിക്കുന്നത്.
മിക്സ്ഡ് കോളേജാണ്. വിശ്വനാഥൻ പറഞ്ഞതും ഞങ്ങളെല്ലാം അറിഞ്ഞു എന്ന ഭാവത്തിൽ രണ്ടും കാലുകൊണ്ട് കളം വരക്കുന്നുണ്ട്. പിന്നെ വീണ്ടും സ്വപ്ന തേരിലേറി ചെയർമാൻ്റെ കൂടെ ഡ്യൂറ്റ് അടിക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? രണ്ടിൻ്റെയും പ്രവൃത്തി കണ്ട് വിശ്വനാഥൻ കനപ്പിച്ച് ചോദിച്ചു. അന്നേരം രണ്ടും ഡീസൻ്റായി അയാളുടെ വാക്കുകൾ കാതോർത്തു. അവിടെ നിങ്ങളുടെ ഒരു കുരുത്തക്കേടും നടക്കില്ല. ചില്ലു, നിന്റെ ചെറിയമ്മാവൻ ഹരി അവിടുത്തെ സാറാണ്. അതുകൊണ്ട് അവിടെ ഒരിയിൽ അനങ്ങിയ ഞാനറിയും. നേരെ ചൊവ്വ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ രണ്ടിനെയും കെട്ടിച്ചു വിടും. വിശ്വനാഥൻ പിള്ളേർക്ക് വാണിങ്ങും കൊടുത്ത് അകത്തേക്ക് പോയതും മോനെ മനസ്സിൽ ലഡ് പൊട്ടി എന്ന പോലെ രണ്ടും മുഖത്തോട് മുഖം നോക്കി നാണിച്ചു നിന്നു. അമ്മേ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ, ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് വിമല അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. എന്തോന്നാ പവി നീ പറഞ്ഞു വരുന്നേ? അല്ല, വിശ്വമാമയല്ലേ പറഞ്ഞേ കെട്ടിച്ചു വിടൂന്ന്. കെട്ടിച്ചു വിട്ടോട്ടോ, ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഡി, വായടയ്ക്ക് അവിടെ ഇരുന്നോണം. കെട്ടിച്ചു വിടണം പോലും, മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല. അതെ, രണ്ടും കേൾക്കാൻ വേണ്ടി പറയുക. 30 കഴിയാതെ ഇവിടെ ആരും കെട്ടിപ്പോണില്ല. ഇത് കേട്ടതും മിഴിഞ്ഞ കണ്ണാലെ ഇരുവരും മുഖത്തോട് മുഖം നോക്കി. അയ്യോ അപ്പച്ചി, അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. 30 എന്നത് നമുക്കൊരു 25 ആക്കിക്കൂടെ? 25 ഫിക്സ്ഡ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ചില വിമലയുടെ സാരിത്തുമ്പ് ചുഴറ്റിക്കൊണ്ട് പറഞ്ഞു. പൊക്കോണും രണ്ടും അവിടുന്ന്, വിമല രണ്ടിനെയും നോക്കി ദഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. 30 എന്തിനാ കെട്ടുന്നേ? പവി പതിയെ പറഞ്ഞതാണെങ്കിൽ വിമല കേട്ടിരുന്നു. 30? ആ 30 മതി. അമ്മയുടെ നോട്ടം കണ്ട് പവി അറിയാതെ പറഞ്ഞുപോയി. വിമല ഇരുവരെയും ഒന്നിരുത്തി നോക്കി അകത്തേക്ക് നടന്നു. എന്ത് വിധി ഇത്, വല്ലാതെ ചതിയത് എന്ന പോലെ ഇരുവരും മുഖത്തോട് മുഖം നോക്കി. പിറ്റേന്ന് രാവിലെ ഇന്നാണ് ചില്ലുവും പവിയും പുതിയ കോളേജിലേക്ക് പോകുന്നത്. അലാറം അടിക്കുന്നത് കേട്ടിട്ടാണ് ചില്ലു ഉണരുന്നത്. അവൾ എഴുന്നേറ്റ ഉടനെ പവിയെ വിളിച്ചുണർത്തി. ഡി പല്ലി, എഴുന്നേക്ക്, സമയം 7 കഴിഞ്ഞു. കഴിയട്ടെ, ഉറക്കച്ചടവോടെ പവി പറഞ്ഞു. എടി, നമുക്ക് കോളേജിൽ പോവണ്ടേ? ചില്ലു പറയുന്നത് കേട്ട് പവി മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് മുറിയിലെ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. ഷോ, ഇത്രയും വേഗം നേരം വെളുത്തോ? ഈ സൂര്യൻ്റെ ഒരു കാര്യം, അത് രാവിലെ കെട്ടിയൊരുങ്ങി വന്നോളും. അതെ, ഇത്രയും കൃത്യനിഷ്ഠത പാടില്ല കേട്ടോ. അല്ലേലും ഒരു ദിവസം വന്നില്ലെന്ന് വെച്ച് ഇവിടെ ആർക്കും ഒരു നഷ്ടവും വരാൻ പോണില്ല. അതെങ്ങനെയാ? ചേച്ചിയെ വായി നോക്കിയില്ലേ സൂര്യന് ഉറക്കം വരത്തില്ലല്ലോ. എടോ മിസ്റ്റർ സൂര്യനാരായണൻ, ചേച്ചിയെ വെറും ഉടായ്പാണ്. ലവൾക്കേ താങ്കളെ കൂടാതെ വേറെ ഒരുപാട് ലൈനുണ്ടെന്ന്. താങ്കൾ വഞ്ചിക്കപ്പെടുകയാണ്. ലവൾ താങ്കളെ തേക്കും. ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന് ഇലയെ വീണാലും കേടാർക്കാ? എലക്ക്. ദേ, താങ്കളുടെ ഈ ലൈൻ വലിയെ സോഷ്യൽ മീഡിയ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ദേ, ചുമ്മാ പേരുദോഷം കേൾപ്പിച്ച് കയ്യപ്പൂപ്പന് ചീത്തപ്പേരുണ്ടാക്കരുത്. താനും ഈ നിലാവൊക്കെയും കണക്കാ. രണ്ടും കൂടി ഇപ്പോ എട്ടും പൊട്ടും തിരിയാത്ത പാവം നക്ഷത്ര കുഞ്ഞുങ്ങളെ കൂടി ചീത്തയാക്കും എന്നാണ് എൻ്റെ ഒരു പേടി. ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. ഇനിയെല്ലാം താങ്കളുടെ ഇഷ്ടം. പുറത്തേക്ക് നോക്കി പിച്ചും പെയ്യും പറയുന്ന പവിയെ വല്ലാത്ത ഭാവത്തിൽ നോക്കി ചില്ലു ടവലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പവിയും ചില്ലുവും കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. രണ്ടുപേരും ജീൻസും ടോപ്പും ധരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിലാണ് പവിയുടെ അമ്മ വിമലയും ചില്ലുവിൻ്റെ അമ്മ ലതികയും മുറിയിലോട്ട് കയറി വരുന്നതും ഇരുവരും എടുത്തു വെച്ച ജീൻസും ടോപ്പ് മാറ്റി ഇരുവർക്കും ധാവണി സെറ്റ് കൊടുക്കുന്നതും. രണ്ടും ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അമ്മമാര് വിടുന്ന മട്ടില്ല. ധാവണിക്ക് ചേർന്ന ഓർണമെന്റ്സും ഹെയർ സ്റ്റൈലൊക്കെയും അമ്മമാർ തന്നെ സെറ്റാക്കി രണ്ടിനെയും കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനും അമ്മമാര് പ്രത്യേകം പറഞ്ഞിരുന്നു. പിള്ളേർക്ക് കണ്ടകുശനിയാണത്രേ. കുടുംബജോത്സ്യൻ കവടി നിരത്തിയപ്പോ കണ്ടതാണ് പോലും. ഈ പടക്കം പോലെയാണ് ആളുടെ പ്രവചനവും. 1-2 അങ്ങോട്ട് ചീറ്റിപ്പോയാലും ബാക്കിയൊക്കെയും ശരിയായിക്കോളും. അതാണ് അമ്മമാർക്ക് അത്രയ്ക്കങ്ങടെ വിശ്വാസം. സ്കൂട്ടിയിലാണ് ഇരുവരുടെയും യാത്ര. പവിയാണ് വണ്ടി ഓടിക്കുന്നത്. ചില്ലു പിറകിലിരുന്നിട്ടുണ്ട്. അമ്മമാര് പറഞ്ഞതുപോലെ മഹാദേവ ക്ഷേത്രം എത്തിയതും ഇരുവരും വണ്ടി നിർത്തി. പവിക്ക് പീരീഡ്സ് ആയതിനാൽ അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അതിനാൽ തനിക്കുള്ളത് കൂടി പ്രാർത്ഥിച്ചിട്ട് പോന്നോളാൻ ഏൽപ്പിച്ച് പവി ചില്ലുവിനെ പറഞ്ഞു വിട്ടു. ആ നേരത്താണ് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ തേജസും അവൻ്റെ അമ്മയും അമ്പലത്തിലേക്ക് വരുന്നത്. തേജ അമ്മ മാധവിയത്താണ് അമ്പലത്തിലേക്ക് വന്നത്. ഡാ, നീ ചെന്ന് പ്രാർത്ഥിക്ക്, ഞാൻ അർച്ചന കഴിപ്പിച്ചിട്ട് വരാം. ദൈവമേ, ഇതോടെയെങ്കിലും ഇവൻ നന്നായാൽ മതിയായിരുന്നു. ഈശ്വര ഭഗവാനെ, ഇവനെ നല്ലൊരു എഞ്ചിനീയറായിട്ട് എൻ്റെ മുന്നിൽ നിർത്തിയ ഞാൻ. മാധവി എന്തോ പറയാമെന്നതും തേജ അവരുടെ വാ പൊത്തി പിടിച്ചു. പ്ലീസ് അമ്മ, നേരരുത്, ഞാൻ വേണം അമ്മയുടെ കാല് പിടിക്കാം, തേജ യാചനയുടെ സ്വരത്തിൽ പറഞ്ഞു.
ശിവ ശിവ, എന്തായി കുട്ടി കാണിക്കണേ? വേഗം പോയി പ്രാർത്ഥിച്ചിട്ട് വരിക. എന്നിട്ട് വേണം ശയനപ്രദക്ഷിണം നടത്തി വഴിപാട് പായസം വിതരണം നടത്താൻ. തൻ്റെ അമ്മയുടെ പറച്ചിൽ കേട്ട് തേജ വല്ലാത്ത ഭാവത്തിൽ അമ്മയെ നോക്കി മുന്നോട്ട് നടന്നു. എൻ്റെ കൈലാസനാഥ, എന്നെയും പവിയും കാത്തോളണേ. എങ്ങനെയെങ്കിലും ഞങ്ങളെയൊന്ന് കരകയറ്റി വിടണേ. ഞങ്ങൾക്ക് നന്നാവണം, അതിന് അങ്ങ് കൂടി മുൻകൈ എടുക്കണം. ചില ദൈവത്തിനോട് ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തലയൊഴിഞ്ഞ് നാണയവും സമർപ്പിച്ച് ചില്ലു ധൃതിയിൽ തിരിഞ്ഞു നടന്നു. അന്നേരാണ് തേജയുമായി കൂട്ടിമുട്ടുന്നത്. ഇരുവരുടെയും നെറ്റി തമ്മിൽ കൂട്ടിമുട്ടി. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അന്നേരം ഇരുവർക്ക് എവിടെയോ കണ്ട പരിചയം, പക്ഷെ എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറിയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. അതിനിടയിലാണ് ചില്ലുവിന് കത്തുന്നത്. ഇത് അവനല്ലേ, പല്ലിയെ ഉമിച്ച അവൻ്റെ കൂട്ടുകാരൻ. ഇവന്മാരല്ലേ അവനെ തിരികൊളുത്തി ഓരോന്ന് ചെയ്യിപ്പിച്ച് തെണ്ടികൾ. അന്നവൾ എന്തോരം കരഞ്ഞതാ. ഇവൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ചില്ലു തിരിഞ്ഞു നോക്കി. അന്നേരം അവൻ മുന്നോട്ട് നടക്കുന്നുണ്ട്. ചുറ്റിലും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഒച്ചയുണ്ടാക്കാതെ തിരിഞ്ഞു നടന്നു. അവൻ്റെ പുറം നോക്കി ഒരിടി കൊടുത്തതും അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. അന്നേരം അവൾ ഒരൊറ്റ ഓട്ടായിരുന്നു. ഡി എന്നും പറഞ്ഞ് അവൻ അവളെ പിടിക്കാനായി ചെന്നപ്പോഴേക്കും അവൾ എത്തേണ്ടിടത്ത് എത്തിയിരുന്നു. ഓടുന്നതിനിടയിൽ ചെന്ന് പെട്ടത് തേജയുടെ അമ്മയുടെ മുന്നിലും. ദാ കുട്ടി കഴിച്ചോളൂ, എൻ്റെ മകന് വേണ്ടി നേർന്ന വഴിപാടാണ്. അതിനിടയിൽ മധു ഒരു ഗ്ലാസ് പായസം നൽകിക്കൊണ്ട് പറഞ്ഞതും അവൾ ഒറ്റ വലിക്ക് പായസം അകത്താക്കി അമ്മയുടെ മോനെ നല്ലതേ വരൂ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഓട്ടം തുടർന്നു.